ഫോൺ ബെല്ലടിച്ച് നിൽക്കുന്നതല്ലാതെ അവൻ എടുത്തില്ല. എല്ലാം ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവന്. എൻ്റെ ആരു. ഈ സമയം ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ സിദ്ധുവിൻ്റെ നെഞ്ചിൽ തൻ്റെ വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർക്കുകയായിരുന്നു സാക്ഷി. സിദ്ധു എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ നിന്നു. സച്ചു, നീ ഇങ്ങനെ കരയില്ലേ? അവൾക്കൊന്നുമില്ലടാ, ഒരു ഹെഡ് ഇഞ്ചുറി. അത് ഡോക്ടർ പറഞ്ഞില്ലേ, പേടിക്കാനൊന്നുമില്ലാന്ന്. എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി കണ്ണേട്ടൻ എന്നോട് കള്ളം പറയുക. അവൾ എന്തിനായിട്ടാ ഇങ്ങനെ ചെയ്യാൻ പോയത്? കണ്ടു നിന്നവരൊക്കെ പറഞ്ഞത് മനഃപൂർവ്വം വണ്ടി കൊണ്ട് കയറ്റിയതാണെന്നാ. എന്നെ കാണാൻ വന്നപ്പോഴും പറഞ്ഞത് ചേട്ടായി അവൾക്ക് ജീവനാണെന്ന്. ദിക്കൂട്ടൻ്റെ മൗനം അവളെ കൊല്ലാതെ കൊല്ലുന്നു എന്ന്. ഇനി ദിക്കൂട്ടൻ കാരണമാണോ അവള്? അവൻ്റെ അവഗണന അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കണം സച്ചു. അതായിരിക്കും പെട്ടെന്നുള്ള തോന്നലിൽ ആരും ഇങ്ങനെ ചെയ്തത്. ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആയുഷ് ഹോസ്പിറ്റലായതുകൊണ്ട് വരാൻ ലേറ്റാകും അവൻ. ചേട്ടായിയോട് പറഞ്ഞോ? സാക്ഷി പറഞ്ഞപ്പോഴാണ് സിദ്ധു ദീക്ഷിതിനെ വിളിക്കുന്ന കാര്യം ഓർത്തത്. ആദ്യ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തപ്പോൾ അവന് മനസ്സിലായി തൻ്റെ കോള് വരാൻ കാത്തിരിപ്പായിരുന്നു എന്ന്. അളിയ, എന്താ സിദ്ധു? നീ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം. മംഗലത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അടുത്ത ഫ്ലൈറ്റ് കിട്ടുമെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ വരണം. നിനക്ക് വേണ്ടി ഇവിടെ ഒരാളുണ്ട്. നീ കാര്യമൊന്ന് തെളിയിച്ച് പറ സിദ്ധു. ആരുവിന് ഒരു ആക്സിഡൻറ്റ്. വെറും ആക്സിഡൻ്റ് അല്ല, സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ആഴത്തിൽ തലയ്ക്ക് മുറിവുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. നിനക്ക് പറ്റുമെങ്കിൽ വരണമെന്ന് ഞാൻ പറയില്ല. നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് നീ ഇവിടെ കാണണം. ഇതും പറഞ്ഞ് സിദ്ധു ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു. ആരുവിനെ റൂമിലേക്ക് മാറ്റുമ്പോൾ സിദ്ധുവും സാക്ഷിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആരുവിൻ്റെ അമ്മയും അച്ഛനും അവളോട് എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചതിന് ഒരു ചിരി മാത്രമായിരുന്നു മറുപടി. അപ്പോഴാണ് സാക്ഷി അവിടെ നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ, തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നു. നീ കാരണമല്ലേടി എൻ്റെ മോളിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് ഉറപ്പാണ് നിനക്ക് കിട്ടാത്ത നല്ല ജീവിതം എൻ്റെ മോൾക്ക് കിട്ടരുത് എന്ന നിന്റെ സ്വാർത്ഥത. മൂദേവി, നിന്നെപ്പോലെ വഴിപിഴച്ച് ഉരുത്തിയെ. ബാക്കി പറയാൻ പോകുന്നതിന് മുൻപ് സിദ്ധു അവിടെ ഇരുന്ന് ഒരു സ്റ്റീൽ പാത്രം ശക്തിയിലെടുത്ത് താഴേക്ക് എറിഞ്ഞിരുന്നു. ഇനിയൊരക്ഷരം നിങ്ങൾ എൻ്റെ പെണ്ണിനെക്കുറിച്ച് മിണ്ടിപ്പോകരുത്. അവളില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മോൾ ഇങ്ങനെ പോലും കാണില്ലായിരുന്നു. പകരം അപ്പോഴും സച്ചുവിനെ കുറ്റം പറയാൻ മാത്രം നിങ്ങളുടെ നാവ് ഉയർന്നു. ഒരിക്കൽ പറഞ്ഞു ഞാൻ, ആരുടെയും ഒന്നും ഇവൾക്ക് വേണ്ട എന്ന്. പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് അതേ കാര്യം ഇങ്ങനെ കിടന്ന് പറയുന്നത്? എന്താ, മനസ്സിന് പേടിയുണ്ടോ സച്ചു എന്നെങ്കിലും വരുമെന്ന്? എങ്കിൽ ചെവി തുറന്ന് കേട്ടോ, നിങ്ങളുടെ ഒന്നും ഇവൾക്ക് വേണ്ട. ഒരിക്കലും അതിനു വേണ്ടി അവൾ വരികയുമില്ല. പിന്നെ എൻ്റെ പെണ്ണിന് നേരെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എവിടെ നിന്നാണ് പ്രസംഗിക്കുന്നത് എന്നുകൂടി നോക്കണം. മംഗലത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. നിങ്ങളുടെ അച്ഛനുണ്ടാക്കിയ വകയല്ല ഇത്. അതുകൊണ്ട് മര്യാദയ്ക്ക് മാത്രം ഇവിടെ നിന്ന് സംസാരിക്കുക. സച്ചുവിനെ ഓരോ വാക്ക് പറയുമ്പോഴും മനസ്സിലോർക്കുക. അവൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന സാക്ഷി ചന്ദ്രദാസ് അല്ല ഇപ്പോൾ, സാക്ഷി സിദ്ധാർത്ഥാണ് അവളിപ്പോൾ. ഇനി ഇവളെക്കുറിച്ച് മോശമായി നിങ്ങളുടെ ഒരു വാക്ക് മിണ്ടിയാൽ പ്രായം ഞാൻ മറക്കും. സിദ്ധാർത്ഥിന് ക്ഷമ കുറച്ച് കൂടുതലാണ്. പക്ഷേ താലി കെട്ടിയ പെണ്ണിനെ പറയുന്നത് കേട്ടു നിൽക്കാൻ നിങ്ങളുടെ ഭർത്താവിനെ പോലെ നട്ടലില്ലാത്തവനല്ല ഞാൻ. വെറുതെ പ്രായത്തിന് മൂത്തവരെ തല്ലിയെന്ന ചീത്തപ്പേര് കൂടി നിങ്ങളെനിക്ക് തരരുത്. ഇവൾ മൂദേവിയല്ല, എൻ്റെ മഹാലക്ഷ്മിയാണ്. എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം മാത്രം കൊണ്ടുവന്നവൾ. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഇനി ഇവിടെ കിടന്ന് അമ്മായി പ്രസംഗിച്ചാൽ താഴെ എറിഞ്ഞ ഗ്ലാസ് കൊണ്ട് നിങ്ങളുടെ തലയ്ക്കെറിയും ഞാൻ. ചോദിക്കാൻ ഇവിടെ ആരും വരില്ല. എന്താ, കാണണോ നിങ്ങൾക്ക്? സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും കേൾക്കാനുള്ളത് കേട്ടപ്പോൾ അമ്മച്ചി ഹാപ്പി. ഹോസ്പിറ്റൽ റൂമിന് മുന്നിൽ സാക്ഷിയുടെ കൂടെ സിദ്ധു എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോഴാണ് ദീക്ഷിത് കയറി വരുന്നത്. മുഖം കണ്ടാൽ അറിയാം നന്നായി കരഞ്ഞിട്ടുണ്ട് എന്ന്. എന്താ കുഞ്ഞി, എന്തിനാ അവൾ അങ്ങനെ ചെയ്തേ? സ്വന്തം പെണ്ണിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുമ്പോൾ ആലോചിക്കണം. വിഷമം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൾ അങ്ങനെ പലതും ചെയ്യുമെന്ന്. സിദ്ധു ആണ് മറുപടി കൊടുത്തത്. സിദ്ധു, എൻ്റെ അവസ്ഥ ആണളിയ, നിന്റെ അവസ്ഥ അതുപോലെ തന്നെയാണ് അകത്ത് കിടക്കുന്നവളും. അവളുടെ അവസ്ഥ, ആ അവസ്ഥയിൽ അവൾ പലതും പറഞ്ഞു. ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു പട്ടിയെപ്പോലെ നിന്റെ പുറകിൽ വന്നു. പറയാനുള്ളതെല്ലാം പലതവണ നിന്നോട് പറയാൻ ശ്രമിച്ചു. അപ്പോൾ സ്നേഹിച്ച പെണ്ണിനേക്കാൾ അനിയത്തിയുടെ തട്ട് താഴെ പോയി.
അനിയത്തിയുടെ സന്തോഷത്തിന് വേണ്ടി ഓർമ്മ വെച്ച നാൾ മുതൽ നിന്നെ മനസ്സിലിട്ട് നടന്നവളെ വേണ്ട എന്ന് വെച്ചു. ദാ എൻ്റെ കൂടെ നിൽക്കുന്നല്ലോ നിന്റെ അനിയത്തി. ഇവളെ ഞാൻ ആദ്യമായി കണ്ടിട്ട് 1 വർഷമാകാൻ പോകുന്നു. ഞങ്ങൾ തമ്മിൽ അടുപ്പമായിട്ട് 6 മാസം. എൻ്റെ പെണ്ണായി കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം. ഇത്ര സമയത്തിനുള്ളിൽ അവൾ എൻ്റെ ജീവൻ തന്നെയായി. അവൾക്ക് വേദനിച്ചാൽ നോവുന്നത് എനിക്കാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞാൽ നിന്റെ അനിയത്തിക്കും സഹിക്കില്ല. എനിക്കൊരു തലവേദന വന്നാൽ അവൾക്ക് ടെൻഷനാണ്. അറിയാതെ എൻ്റെ ശബ്ദമുയർന്നാൽ സച്ചു ആ ദിവസം ഉറങ്ങില്ല. ഒരു ഭാര്യയും കാമുകിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല അളിയ. വെറും 1 വർഷം കൊണ്ട് നിന്റെ അനിയത്തിക്ക് ഇപ്പോൾ എല്ലാം ഞാനാണ്. അവളെ ചുറ്റിയാണ് എൻ്റെ ലോകം തന്നെ. അങ്ങനെയുള്ളപ്പോൾ വർഷങ്ങളായി സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ കാര്യം എനിക്ക് ആലോചിക്കാവുന്നതാണ്. എന്നിട്ടും നീ സച്ചുവിന് വേണ്ടി സ്നേഹിച്ച പെണ്ണിനെ ചേട്ടനായിപ്പോയി. ഇല്ലെങ്കിൽ നിന്റെ മുഖത്ത് എൻ്റെ 5 വിരലും പതിഞ്ഞേനെ. പോയി അവളെ സമാധാനിപ്പിക്കടാ പുല്ലേ. നിനക്ക് വേണ്ടി ആ പാവം കുറേ വേദന തിന്നു. തലയിൽ 11 സ്റ്റിച്ചാണ്. വേദന കൊണ്ട് പുളയുക. കയ്യും കാലും ഒന്നും അവൾ കനക്കാൻ വയ്യ. ഇതിലും കൂടുതൽ അതിനെ വിഷമിപ്പിച്ചാൽ ദൈവം പോലും പൊറുക്കില്ല. ചെയ്ത തെറ്റിന് അവൾ എന്നോടും സച്ചുവിനോടും സോറി പറഞ്ഞില്ലേ? ഞങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്ക്? പോയി ആരുവിനോട് സംസാരിക്കേ. ആ കിളവി എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി. അവരെ അവിടെ നിന്നും തൂക്കിയെടുത്ത് കളയുന്ന കാര്യം ഞാൻ ഏറ്റു. സീരിയസ് ആയി സംസാരിച്ച സിദ്ധുവിൻ്റെ അവസാന ഡയലോഗ് കേട്ട് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയായിരുന്നു ദീക്ഷിതിന്. നിങ്ങൾക്ക് വല്ല സിനിമയിലും അഭിനയിക്കാൻ പോകാമായിരുന്നു. പെട്ടെന്ന് സാക്ഷി പറഞ്ഞതും ഇവളെന്ത് കോക്കനട്ടാണ് പറയുന്നത് എന്ന എക്സ്പ്രഷനായിരുന്നു സിദ്ധുവിന്. അല്ലെങ്കിലും എനിക്കറിയാം വൈഫി, എന്നെ കാണാൻ കരൺ ട്രാക്കറിനെ പോലെയാണ് എന്ന്. നീ ഇങ്ങനെ എന്നെ പൊക്കല്ലേ. പാ, നിങ്ങളുടെ സൗന്ദര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടാലും മതി. തെങ്ങിനെ പോലെ നീളവും ഉരുട്ടിക്കയറ്റിയ ബോഡിയും മുള്ളിനെ പോലെ കൊണ്ട് നടക്കുന്ന കുറേ കുറ്റിത്താടിയും. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഡി കുരുട്ടെ, രാവിലെ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത എൻ്റെ ബോഡിയാണോടി നീ ഇങ്ങനെ പുച്ഛിക്കുന്നത്? ബ്ലഡി ഗ്രാമവാസി, ഇത് ഇങ്ങനെയാകാൻ ഞാനെടുത്ത കഷ്ടപ്പാട്. പിന്നെ എൻ്റെ താടി വളർത്തരുത്. ഇങ്ങനെ കുറ്റിത്താടിയാണ് ഇഷ്ടമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ഏട്ടൻ്റെ ആക്ടിംഗ് ആണ്. ആരും എപ്പോഴാ മനുഷ്യ നിങ്ങളോട് വന്ന് മാപ്പ് പറഞ്ഞത്? അവൾ എന്നോട് പറഞ്ഞു, പക്ഷേ ഏട്ടനോട് പറഞ്ഞില്ലല്ലോ. ഓ, അതാണോ കാര്യം? അത് ഞാൻ മനഃപൂർവ്വം അളിയനോട് അങ്ങനെ പറഞ്ഞതാ. അവൻ അവളെ ജീവനാണ്. എന്നിട്ടും നിന്നെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാണ് അവർ തമ്മിൽ വഴക്കിട്ടത്. നീ എൻ്റെ കൂടെ ഹാപ്പിയല്ലേ? എന്നിട്ടും പിന്നെയും എന്തിനാ അവർ തമ്മിൽ നമ്മുടെ പേരിലൊരു വഴക്ക്? അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആരു അവിടെ അമ്മ പറഞ്ഞതനുസരിച്ചു എന്തൊക്കെയോ ചെയ്തു എന്നത് സത്യമാണ്. പക്ഷേ അവനോടുള്ള സ്നേഹം അത് കള്ളമാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അവൻ്റെ അവഗണന അവിടെ മനസ്സിനെ ഇത്രയും തളർത്തിയെങ്കിൽ ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അവൾക്ക് അവളുടെ ദച്ചുവേട്ടൻ ആരാ എന്ന്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി കള്ളം പറയുന്നത് കുഴപ്പമില്ല എന്ന് എൻ്റെ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ക്ഷമിക്കേണ്ട ഭാര്യയെ. റൂം തുറന്നു കയറിയ ദീക്ഷിതിന് ആരുവിൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവനെ കണ്ടപ്പോഴുള്ള അവളുടെ കണ്ണിലെ തിളക്കം, ഒരു വേള അവളെ ചുംബനം കൊണ്ട് മൂടാൻ തോന്നി അവന്.